വടകര നഗരസഭ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പരിച 2025 കലാസാംസ്കാരിക അക്കാദമിയുടെ നേതൃത്വത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. സാംസ്കാരിക ചത്വരത്തിൽ നടന്ന ചടങ്ങ് നഗരസഭ ചെയർപേഴ്സൺ കെ.പി. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് ആണ് ലഹരി, കലയാണ് ലഹരി, ജീവിതമാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് വടകര നഗരസഭ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പരിച 2025 സംഘടിപ്പിച്ചത്. വടകര എക്സൈസ് സബ് ഇൻസ്പെക്ടർ ശൈലേഷ് PM ലഹരി വിരുദ്ധ പ്രഭാഷണം നടത്തി. ചുട്ടിയത്ത് UP സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ്, കർട്ടൻ പേരാമ്പ്ര അവതരിപ്പിച്ച ജീവിതം മനോഹരമാണ് എന്ന നാടകവും അരങ്ങേറി. വൈസ് ചെയർമാൻ PK സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാജിത പതേരി, സിന്ധു പ്രേമൻ, P സജീവ് കുമാർ, NK പ്രഭാകരൻ, TT വത്സൻ എന്നിവർ സംസാരിച്ചു. കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു നവകേരളം പടുത്തുയർത്താനുള്ള ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പ്രാദേശിക സർക്കാരുകളുടെ ഭാഗത്തുനിന്നും പൊതുജനത പങ്കാളിത്തത്തോടുകൂടെ തന്നെ നടപ്പിലാക്കുമ്പോൾ ആ പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായിട്ട് മാതൃകാപരമായി നടത്തി വരുന്ന ഈ ഒരു സാഹചര്യത്തെ നമ്മളെ മുമ്പിലേക്ക് വളരെ കാലം മുമ്പേ നമ്മുടെ സമൂഹത്തിലുണ്ട് പല വിധത്തിലേക്കുള്ള മയക്കുമരുന്നുകൾ. അത് ശരിക്കും പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഭാഷയിൽ പറയുമ്പോൾ അവർ കൃത്യമായിട്ട് അതെങ്ങനെ ഏത് എന്നുള്ളത് ഇവിടെ വിവരിക്കും. അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് കടക്കാതെ അത്തരത്തിലേക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേയുള്ള ഒരു സംഗതി അന്ന് നമുക്കറിയാം. പഴയ കാലത്ത് എൻ്റെ ഓർമ്മയിലേക്ക് എന്നേക്കാൾ പ്രായമുള്ള ആളുകൾക്ക് വലിയ വലിയ കാര്യങ്ങൾ അതിൽ കൂടുതൽ അറിയാമെങ്കിലും ചാരായം കുടിച്ചിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. നമുക്ക് മറ്റുള്ള മദ്യം, വിദേശ മദ്യം ഉൾപ്പെടെ, അല്ലെങ്കിൽ നമുക്ക് മാഹിയിൽ നിന്ന് കടത്തുന്ന മദ്യം ഉൾപ്പെടെ കഴിച്ചിട്ടുള്ള ആളുകളെ നാം കാണാറുണ്ട്. അപ്പോൾ തന്നെ നമുക്കാർക്കും തന്നെ പറ്റാത്ത രീതിയിലേക്കുള്ള വല്ലാത്തൊരു സ്മെല്ല് അത് വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന ആളുകൾ, അത് കഴിച്ച് വീട്ടിലേക്ക് പോകുന്ന ആളുകൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ മക്കളെയും ഭാര്യയുടെയും അടുത്ത് തന്നെയല്ലേ പോകുന്നത്, അവർക്കിത് സഹിക്കാൻ പറ്റും? പലരോടും ചോദിച്ചിട്ടുണ്ട്, ഇത് നിർത്തിക്കൂടെ എന്നുള്ളത്. പക്ഷെ നമുക്കത് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആ മദ്യത്തിൻ്റെ സ്മെല്ല് നമുക്ക് തിരിച്ചറിയാം, ഇവർ എന്തോന്ന് കഴിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഇന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് പല വിധത്തിലും, പല രൂപത്തിലും, പല വർണ്ണങ്ങളിലും ഉള്ള ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്നെത്തി നിൽക്കുമ്പോൾ അതിൻ്റെ സാധ്യതകൾ ഏറെ കാണുന്നത് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നാളെയുടെ വാഗ്ദാനങ്ങളായിട്ട് വളരേണ്ട പുതിയ തലമുറയിൽപ്പെട്ട യുവതീ യുവാക്കളെയും അതുപോലെ തന്നെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ചെറിയ കുട്ടികൾ എന്നുള്ള രീതിയിലേക്ക് ഇപ്പം ഞാൻ ആശങ്കയോട് പറയുകയാണ്. ഇത് കേൾക്കാൻ വേണ്ടി കുറച്ചും കൂടെ യുവത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷേ മുന്നിലേക്ക് വരുന്നത് ചെറിയ കുട്ടികളാണ്. എങ്കിലും ചെറിയ കുട്ടികളെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു ക്യാരി ഓവർ എന്നുള്ള രീതിയിലേക്ക് അവരെ കൂടെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളായിട്ട് ഇന്ന് പലരും മാറിയിട്ടുണ്ട്.